ഹായ് ഹലോ. ഇന്ന് ചീനി കഴിക്കാനുള്ള നല്ല കൊതി വന്നു കേട്ടോ. ഇന്ന് മാർക്കറ്റിൽ പോയി 2 കിലോ ചീനി വാങ്ങിച്ച് കുറച്ച് മീൻ കൂടെ വാങ്ങിച്ചു. മീൻ ഇന്ന് മത്തിയാണ് കിട്ടിയത്. ചീനി അങ്ങനെ പൊളിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ചീനി പൊളിച്ച് വൃത്തിയാക്കി അരിഞ്ഞ് എടുക്കാം. പിച്ചാത്തിക്ക് അത്ര മൂർച്ചയൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല പാടുണ്ട്. ചെറിയ പീസാക്കി എനിക്ക് പൊളിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് കണ്ട് സ്ക്വയർ രീതിയിലാണ് ഇത് അരിഞ്ഞിടുന്നത്. എനിക്ക് അല്ലാതെ തീരെ ചെറിയ രീതിയിൽ അരിഞ്ഞിടാനും അറിയത്തില്ല. ഇങ്ങനെ സ്ക്വയറായിട്ടൊക്കെ അരിഞ്ഞിട്ട് ഇത് ഇനി വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 വെള്ളം നന്നായിട്ട് ഞെവിടി കഴുകിയെടുത്ത ശേഷം ഇതിനകത്ത് മണ്ണ് കാണും. അപ്പോൾ അതുകൊണ്ട് 3-4 വെള്ളമെങ്കിലും കഴുകണം. 3-4 വെള്ളം കഴുകിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വാരിയെടുക്കാം. അപ്പോൾ നമ്മൾ വാരുമ്പോൾ പ്രത്യേകം കഴിക്കണം. അടിയിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്നത് ഒലച്ചൊലിച്ച് വാരിയാണ് എടുക്കേണ്ടത്. ഒലച്ചൊലിച്ച് വാരി ഇടഞ്ഞ് ഇങ്ങനെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇങ്ങനെ ഇടഞ്ഞ് വാരിയാൽ അടിയിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും. ഇനി ഈ ചീനി കൊണ്ടുപോയി ചീനിയേക്കാളും നന്ന വെള്ളം എടുക്കണം. ഇതിനൊരു മുക്കാപാത്രം ചീനി എത്രയുണ്ടോ അതിനേക്കാളും കുറച്ചുകൂടെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അത് നമുക്കിനി ഗ്യാസ് കത്തിച്ച് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാം. ഗ്യാസിൽ വെച്ച് തിളച്ച് വരുമ്പം ചില ചീനി പെട്ടെന്ന് വേവും, ചിലത് കുറേ സമയം എടുക്കും. ഒരുവിധം വെന്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പും ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പിട്ട് ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അത് രണ്ടും ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് തിളയ്ക്കണം. എന്നിട്ട് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിന് ശേഷം ഇത് വെന്തോന്ന് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം. മുഴുവൻ വെള്ളം ഊറ്റിക്കളയണം. വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്കിങ്ങനെ കടു വറുത്തതിനകത്ത് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടു ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് 3-5 കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരു ബ്രൗൺ കളറായിട്ട് വരും. ബ്രൗൺ കളറായിട്ട് വരുന്ന കടുവറുത്തതിനെ ആ ചീനിക്കകത്തേക്ക് തട്ടിയിട്ട് കൊടുക്കാം. ചീനിക്കകത്തോട്ട് തട്ടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു തവി വെച്ച് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ആ കടു വറുത്തത് എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പം തന്നെ എനിക്ക് കഴിക്കാനുള്ള കൊതിയുണ്ട്. ഇതെല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. പാത്രത്തിലേക്ക് ചീനി കോരി വെച്ചിട്ട് മീൻകറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചീനി തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ മീൻകറിയും വെച്ച് കേട്ടോ. മീൻകറി ഒഴിക്കാം. ഒരു പീസ് മീനും ഒരു തവി ചാറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ മീൻചാറും ചീനിയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.